ഈജിപ്തിന്റെ നഗരിയിൽ ഇരുന്നുകൊണ്ട്, കൈറോയിൽ നിന്നുകൊണ്ട് അതാ ലോകത്തിന് മുഴുവനും ആത്മശാന്തിയുടെ ആധ്യാത്മിക പാഠങ്ങൾ നൽകുമ്പോഴും ഭരണാധികാരിയുടെ മുമ്പിലേക്ക് പോലും ഇറങ്ങിയില്ല ഉമ്മ. റമദാൻ മാസമാകുമ്പോ തെരുവിലേക്ക് ഇറങ്ങിയിട്ട് മൂല്യങ്ങൾ വലിച്ചെറിഞ്ഞ് കോട്ടയ്ക്കലങ്ങാടിയിലൂടെ പാതിരാത്രി പോലും സഞ്ചരിക്കാൻ വയ്യ. ഈ സമുദായത്തിന്റെ പെൺകുടികളെ കൊണ്ട് വീർപ്പുമുട്ടുകയാണ്. മിക്ക ഷോപ്പിംഗ് മാളുകളും ഷട്ടർ താഴ്ത്തുമ്പോ ആളുകൾ ക്യൂ നിൽക്കുകയാണ്. ഈ നിലക്കെല്ലാം വലിച്ചെറിഞ്ഞ് ഷോപ്പിങ്ങിനിറങ്ങുന്ന ഉമ്മമാരെ, അതിന് കൊണ്ടുപോകുന്ന ഭർത്താക്കന്മാരെ, അതിനവസരം നൽകുന്ന രക്ഷിതാക്കന്മാരെ, ഇസ്ലാം നിശ്ചയിച്ച ഒരു മറയും ഇസ്ലാം നിശ്ചയിച്ച ഒരു ഔറത്തുമുണ്ട്. അത് പാലിക്കേണ്ടത് നമ്മളാണ്. അത് പാലിച്ചുകൊണ്ട് ജീവിച്ചാൽ അവർക്ക് പരിശുദ്ധിയുണ്ട്. അതല്ലേ മഹദിയായ നഫീസ റളിയല്ലാഹു അൻഹ. നമ്മൾ 1000 കൊല്ലം കഴിഞ്ഞപ്പോഴും നഫീസ ബീവിയെ കുറിച്ച് ജീവിതത്തിന്റെ ഓരോ ദിവസങ്ങളെയും അന്വേഷിച്ച് പഠിക്കാൻ മാത്രം ചരിത്രം ഏറ്റെടുക്കാനുള്ള കാരണം എന്താണ്? അല്ലാഹുവിനെ അറിഞ്ഞ് ജീവിച്ചതുകൊണ്ടാണ്. നഫീസ ബീവി നിസ്കരിച്ച മുസല്ലയിട്ട സ്ഥലത്ത് ഇന്നും പ്രത്യേകമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹുവിന്റെ മഖബറയിൽ മഹദിയായ നഫീസ റളിയല്ലാഹു അൻഹ നിസ്കരിച്ച ഒരു സ്ഥലമുണ്ട്. അവിടെ ജനങ്ങൾ ഇന്ന് പോയി നിസ്കരിക്കുന്നില്ലേ? നഫീസ റളിയല്ലാഹു അൻഹയുടെ പള്ളിയിൽ അതാ ഇന്ന് നിങ്ങൾ ചെന്നാൽ ഓരോ വഖത്തിലും ഈജിപ്തിന്റെ ദൂര ദിക്കുകളിൽ നിന്ന് വരെ ജനാസ കൊണ്ടുവരുന്നു. എന്തിനാണ് നഫീസ റളിയല്ലാഹു അൻഹയുടെ പള്ളിയിൽ വെച്ച് നിസ്കരിച്ചിട്ട് കൊണ്ടുപോകാനാ? പ്രിയമുള്ളവരെ, അതാ സൗദി അറേബ്യയിൽ ഇത്താഖാത്തിന്റെ ഡേറ്റ് ബേജാർ തുടങ്ങി. കുവൈത്തിൽ അന്വേഷിക്കുന്നില്ല, പിടിച്ചു കയറ്റിവിടൽ തുടങ്ങി. ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അറിയണം, ഒരുപക്ഷേ പ്രവാസ ലോകത്തിൽ നിന്റെ ശബ്ദം കേൾക്കുന്നവരുണ്ടാകും. നമ്മൾ നഫീസത്തുമാലയും മൊഹീദ്ദീമാലയും മൊഹീദ്ദീൻ റാത്തീബും എല്ലാം ഓതിയിട്ടാണ് ഇന്നലകളിൽ ഗൾഫിലേക്ക് കാലെടുത്തു വെച്ചത്. കുറെ എണ്ണം ഗൾഫിൽ ചെന്നത് മൊഹീദ്ദീമാലോതി ദ്വാരന്നിട്ടാണ്, ഉസ്താദിനെ കൊണ്ട് ദ്വാരപ്പിച്ചിട്ടാണ്. അവിടെ ചെന്ന് 4 ചില്ലറ കിട്ടിയപ്പോ മൊഹീദ്ദീൻ ശൈഖിനെ തെറി പറയാൻ കേരളത്തിലേക്ക് ആളെ ഇറക്കാനല്ലേ ചെലവന്മാര് തീരുമാനിച്ചത്. ചില ആളുകൾ അതിനല്ലേ ഗൾഫ് പണത്തിന്റെ കവാടങ്ങൾ ഉപയോഗപ്പെടുത്തിയത്. അതിന് ശിക്ഷയുടെ ഒരു പൊന്നാമ്പുറമില്ലേ? വേറെ കുറെ ആളോ പണമില്ലാതെ ദാരിദ്ര്യത്തിന്റെ ചൂളയിൽ കിടക്കുന്ന നേരത്ത് കുറച്ച് ആത്മീയതയും പേടിയും സലാത്തും ദിക്റുമൊക്കെ ഉണ്ട്. അല്ലാഹു തആല 4 ചില്ലറ നൽകിയപ്പോ ഭാര്യയുടെ പർദ്ദ പോയി, വീട്ടില് തിയേറ്ററായി, മക്കൾക്ക് മദ്രസ വേണ്ട, മകൾ ഡോക്ടറിൽ കുറഞ്ഞൊന്നും ആകാൻ പാടില്ല എന്ന നിലക്ക് മതത്തിന്റെ മൂല്യങ്ങളെയും മതപാഠശാലകളെയും വലിച്ചെറിഞ്ഞ് ഓരോ റമദാനും വരുമ്പോ അതാ മലബാറിന്റെ മണ്ണിൽ ഓരോ ദർസുകൾ അസ്തമിക്കുകയാ. കാരണം എന്താ? ഇസ്ലാമിനെതിരെയുള്ള തീവ്രവാദികളെ പള്ളി കയ്യേറ്റം നടത്തിയതല്ല, മുതഅല്ലിമീങ്ങളെ കൊന്നുകളഞ്ഞതല്ല. അല്ലാഹുവിന്റെ മതത്തിന്റെ അനുയായി എന്ന് പറയുന്ന മുസൽമാന് സ്വന്തം മോനെ അല്ലാഹനെ പഠിക്കാൻ പറഞ്ഞു വിടാൻ വയ്യ. മുസ്ലിയാന്മാര് പോലും മക്കളെ അലിമീങ്ങളാകാൻ ചിന്തിക്കുന്നവര് കുറഞ്ഞുപോയി. വല്ലാത്ത സങ്കടം തന്നെ. അല്ലാഹുവിന്റെ ഇൽമ പഠിക്കുന്നതിനോട് സ്ഥാനം ലോകത്തൊരു മുതലാളിക്കുമില്ല, ഒരു തമ്പുരാനുമില്ല. ഒരു മുതഅല്ലിമായ
മകൻ കൈപിടിക്കും പോലെ നാളെ ആഖിറത്തിൽ കൈപിടിക്കാൻ ആരുമുണ്ടാവൂല. ഒരു ഹാഫിളായ മോനെ ഉപകാരപ്പെടുന്നത് പോലെ നാളെ ആഖിറത്തിൽ വേറെ ഉപകാരമില്ല. ഉമ്മമാരെ, ഓമന മക്കളെ അള്ളാഹുവിനെയും റസൂലിനെയും പഠിക്കാൻ പറഞ്ഞു വിടുന്നതിന് പകരം ആധുനികതയുടെ ഭ്രാന്ത് പിടിച്ച് വിദ്യാലയങ്ങളിലേക്ക് വിട്ട് മതമൂല്യത്തിന്റെ അടിക്കല്ലുകൾ പണയം വെക്കുമ്പോ അള്ളാഹുവിന്റെ ദീന മറന്നുപോയോ? 16-ാമത്തെ വയസ്സിലേക്ക് പ്രവേശിച്ച മഹദി അവർകൾ